ഇതെന്റെ കടയല്ല, ഇത് അമ്മയുടെ കടയാണ്. അമ്മയുടെ എന്ന് പറയുമ്പോ നമ്മുടെ ബാസിച്ചേട്ടന്റെ കട. ജയറാമേട്ടൻ വന്നിട്ടുണ്ട്, മേനക വന്നിട്ടുണ്ട്, തിലകം വന്നിട്ടൊക്കെ ഉണ്ട്. നേരത്തെ നാടകത്തിനൊക്കെ കൊച്ചുപ്രായമൻ ചേട്ടൻ. ഓക്കെ, അപ്പം അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ബാസിച്ചേട്ടൻ സിനിമയ്ക്ക് പോകണം? നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, സന്തോഷമുള്ള സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞാണ് ഈ കട തുടങ്ങിയത്. അമ്മയ്ക്ക് എന്താ മോരും വെള്ളമാണോ വേണ്ടേ? മോരും വെള്ളം. അതെ, മോരും വെള്ളം. ഇങ്ങോട്ട് നിന്നോ അമ്മേ. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതെന്റെ കടയാണെന്ന്. ഇതെന്റെ കടയല്ല, ഇത് അമ്മയുടെ കടയാണ്. അമ്മയുടെ എന്ന് പറയുമ്പോ നമ്മുടെ ബാസിച്ചേട്ടന്റെ കട. ബാസിച്ചേട്ടൻ എന്ന് പറയാൻ എനിക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം അറിയായിരിക്കും അല്ലേ. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെ, ഇപ്പൊ ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ കൂടെ ഒരുപാട്. ഇപ്പം അവസാനമായിട്ട് അഭിനയിച്ച പടം ഏതൊക്കെയായിരുന്നു അമ്മേ? ആടുജീവിതം, സ്വർഗം. ഇപ്പം ഇന്നിവിടെ ഇല്ല. കടുവ. ഒരുപാട് പടത്തിൽ ലാലേട്ടന്റെ ഒരു പടം ഉണ്ടല്ലോ, തന്മാത്ര. അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ. ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഇത് വേറെ എവിടെയും കിട്ടത്തില്ല. നല്ല മഴ. അതായത് ഒരു അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞിക്കട അല്ലെ, വടക്കേനട അമ്പലത്തിനടുത്ത്, തിരുവല്ല മതിൽ ഭാഗം. അപ്പൊ ഇതുവരെ പോണവര് ഉറപ്പായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. അമ്മേ, നമ്മുടെ ഈ ഒരു കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 41 വർഷമായിട്ട് നമ്മുടെ ഈ കടയില് ഇവിടെ അമ്മ നിൽക്കാറുണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഇല്ലെങ്കിൽ ബാസിച്ചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത്. ചേട്ടൻ എവിടെയെങ്കിലും സിനിമയ്ക്ക് പോകുമ്പോ ഞാനും എന്റെ മോളും, ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരും കൂടെ വന്ന് സഹായിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, കട തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോ എത്ര വർഷമായി? 41 വർഷമായി. 41 വർഷമായി. അമ്മ, നമ്മുടെ കടയ്ക്ക് എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അത് ചേട്ടന്റെ പേര് മുത്തല്ലം ബാസിന്ന് തന്നെ. ആരോടോ ചോദിച്ചാലും മുത്തല്ലം ബാസിയുടെ കടയിൽ കൊണ്ടുവിടും. നമ്മുടെ കടയിൽ എന്താ അമ്മ, എന്തൊക്കെയുണ്ട് നമ്മുടെ കടയിൽ? നമ്മുടെ കടയിൽ മോരും വെള്ളമാണ് ഏറ്റവും കൂടുതൽ ചെലവ്. അതിൽ നിന്ന് നാരങ്ങ വെള്ളം, മുറുക്കാന്, ബിസ്ക്കറ്റ്, സോപ്പ്, എല്ലാ സാധനങ്ങളും കുറേശ്ശേ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മോരും വെള്ളമാണ് കച്ചവടം. നാരങ്ങ വെള്ളം, മോരും വെള്ളമാണ്. അടിപൊളിയാ. മോരും വെള്ളമാണ് കൂടുതൽ കച്ചവടം കിട്ടുന്നത്. മോരും വെള്ളമാണ്. കച്ചവടമൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പൊ മഴയാവോണ്ട് ഇച്ചിരി കുറവ്, അല്ലെങ്കിൽ നമുക്കൊരു ഇതിന് 5 ഭരണി മോരോളം ചെലവാകും. ആഹാ, അടിപൊളി. അമ്മേ, അമ്മയുടെയും ബാസിച്ചേട്ടന്റെ ഒരു കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 52 വർഷമായി. 52 വർഷമായി. അപ്പം കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് ബാസിച്ചേട്ടൻ എങ്ങനെ സിനിമ നടനായിരുന്നു? നാടക നടനായിരുന്നു. അപ്പം അമ്മ വന്നതിന് ശേഷമാണ് സിനിമയ്ക്ക് പോയി തുടങ്ങിയത്. അമ്മയുടെ ഭാഗ്യം, അമ്മയുടെ ഐശ്വര്യമാണത് അല്ലേ? അതെ, സിനിമയ്ക്കൊക്കെ പോയി തുടങ്ങിയത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ബാസിച്ചേട്ടൻ സിനിമയ്ക്ക് പോകണം? നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, സന്തോഷമുള്ള സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞാണ് ഈ കട തുടങ്ങിയത്. കുറെ വർഷം കഴിഞ്ഞിട്ടാണ് കട തുടങ്ങിയത്. കട തുടങ്ങിയിട്ട് 41 വർഷമായി. 41 വർഷമായി. അയ്യോ, അപ്പൊ അന്ന് മുതൽ അമ്മ ഈ കടയിൽ നിൽക്കാറുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ കണ്ടുവരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മള് ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്നു. നമുക്ക് ഒരു കുഴപ്പമില്ല, ഒരു ശല്യങ്ങളും ഇല്ല, യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമില്ല. നമുക്ക് സഹായിക്കാൻ ജയനുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്, കുറച്ച് ആളുകളുണ്ട്. ജയൻ ചേട്ടാ, നമ്മുടെ ബാസിച്ചേട്ടന്റെ കടയാണ്. ചേട്ടൻ അവിടെ ഈ ഒരു കടയിൽ വന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ 89
90 കാലഘട്ടം മുതലേ ഇവിടെ മാസ്റ്ററുമായിട്ടുള്ള പരിചയം 89 90 ആ കാലഘട്ടം മുതൽ ഞാൻ ഇവിടെ വരും. അന്ന് ഇത്ര അടുപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷമാണ് 2011 മുതലാണ് കൂടുതൽ അടുപ്പമാകുന്നതും. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് മാസ്റ്ററിനെ സഹായിക്കും, സഹായിക്കും. അമ്മയും പോലാണ് കണക്കാക്കുന്നത്. അച്ഛനും അമ്മയാണ്. അടിപൊളി. അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പൊ രാവിലെ എന്നും വന്ന് ഇതുപോലെ വെള്ളം കോരി കൊടുക്കുക. വയ്യാതിരിക്കുമല്ലേ? ഇപ്പൊ മാസ്റ്ററിനെ വയ്യാതിരിക്കുമല്ലേ, അന്നേരം നമ്മളെ കൊണ്ടാകാവുന്ന ഹെൽപ്പുകൾ. എന്റെ വീട് ഇവിടെ കിഴക്കുമുറിയിൽ അടുത്ത് തന്നെയാണ്. ജയൻ ചേട്ടൻ എങ്ങനെയുണ്ട്? എന്തോ ജയൻ ചേട്ടൻ ഒരു ക്യാരക്ടറൊക്കെ എങ്ങനെയുണ്ട്? ഒരു സിനിമാ നടനാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു സിനിമാ നടൻ, അല്ലെങ്കിൽ ഒരു സിനിമാ നടന്റെ കട എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഒന്നുമല്ല, എന്നെ കൊണ്ടുപോയി പലരെയും പരിചയപ്പെടുത്തിയിട്ടുള്ള പല ആളുകളെ മാമുക്കോയ, നെടുമുടി വേണു, പിന്നെ പൃഥ്വിരാജ്. കടുവ സിനിമയുടെ 50ാം ദിവസം കലൂര് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് മാസ്റ്ററിനെ കൊണ്ട് പോകുന്നത്. ഞങ്ങൾ അവിടെ എല്ലാം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ജാലിപാല അങ്ങനെയുള്ള നടന്മാരും അതിനകത്ത് നായിക എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി. പിന്നെ നെടുമുടി വേണു, KPC ലളിത, അത് തനിയ സിനിമയുടെ അതിന്റെ ഒരു അവാർഡ് വാങ്ങിക്കാനായിട്ട് ട്രാവങ്കൂർ ക്ലബില് ഇവിടുന്ന് പോകുന്ന അന്നേരം ഞാനാകുന്നത്. എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരോടൊക്കെ നല്ല സ്നേഹമാണ്. അതേപോലെ അമ്മ എങ്ങനെയുണ്ട്? അമ്മയും അതുപോലെ തന്നെ അടിപൊളിയാണല്ലേ? ഓക്കെ. ഇവിടുത്തെ ഈ ഏരിയയിലെ ഒരു ഫേവറേറ്റ് കട എന്ന് പറയുന്നത് ഇത് തന്നെ, ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മ, നമ്മുടെ കട എത്ര മണി തൊട്ട് എത്ര മണി വരെയൊക്കെ ഉണ്ടോ? മറ്റേ വെളുപ്പിനെ തുറക്കുമായിരുന്നു വിഴുമ്പപ്പാലുള്ളപ്പോഴെ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 6:30 ആകുമ്പോ തുറക്കും, വൈകിട്ട് 6 ആകുമ്പോ അടയ്ക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അമ്മയായിരിക്കും കൂടുതൽ കടയിൽ ഇപ്പൊ ഉണ്ടാവുക? അല്ല, ഞാൻ രാവിലെ വരും, എല്ലാം പെറുക്കി എല്ലാം വെച്ചിട്ട് പോകും. പിന്നെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് കാപ്പി കുടിക്കാനായിട്ട് പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് ഞാൻ വരും, അല്ലെങ്കിൽ എന്റെ മോള് വരും. ബാസിച്ചേട്ടൻ കാണാം. ബാസിച്ചേട്ടങ്ങൾ ഞങ്ങൾ 3-ൽ ആരെങ്കിലും ഒക്കെ കാണും ഇവിടെ. അതാ ഇപ്പൊ മോളെ ഞാൻ വിളിച്ചത്. ഓക്കെ. അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ ബാസിച്ചേട്ടന്റെ കടയാണെന്ന് അറിയത്തില്ല, ദൂരെ നിന്ന് വരുന്നവർക്ക് അറിയില്ല, മൊബൈലെ നോക്കി വരും. അതായത് ഗൂഗിളിലുള്ള കടയാണ്. 4.6 ആണ് റേറ്റ് ഗൂഗിളില്. അത് മാത്രമല്ല, ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിളിലുണ്ട്. സാധാരണ നമ്മളെ ലുലുമാളിലൊക്കെ നമ്മളിങ്ങനെ ടൈം കൊടുത്തിട്ടുണ്ടല്ലോ, ഓപ്പൺ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ. അതേപോലെ ഓപ്പൺ ടൈം വരെ ഗൂഗിളിൽ കൊടുത്തിട്ടുള്ള ഒരു കട ഇതാണ്. വേറെ അങ്ങനെ ഒരു കടയിൽ ഞാൻ കണ്ടിട്ടില്ല ഗൂഗിളില്, അല്ലേ? അതെങ്ങനെയാണ്? അത്ര ഫേമസ് ആണ് കട. ഈയിടെ പാലക്കാട്ട് 3-4 പേര് വന്ന് ഇത് നോക്കിയിട്ട് വന്നു. പലരും പാലക്കാട്ടുകാരുടെ 4 പേര്. ജയറാമേട്ടൻ KPC ലളിത വന്നിട്ടുണ്ട്, മേനക വന്നിട്ടുണ്ട്, തിലകം വന്നിട്ടൊക്കെ ഉണ്ട്. നേരത്തെ നാടകത്തിനൊക്കെ കൊച്ചുപ്രേമൻ ചേട്ടൻ, നാടകത്തിനൊക്കെ തിലകനൊക്കെ ഇവിടെ ആയിരുന്നു. നാടകത്തിനൊക്കെ വർഷങ്ങൾക്ക് നടക്കുന്ന സമയത്ത് അത് ചേട്ടൻ നാടകത്തിലാന്നല്ലോ. അതായത് ഒരുപാട് ലെജൻസ് വന്നിട്ടുള്ള ഒരു കടയാണല്ലോ. അമ്മേ, അമ്മയുടെ പേര്, അമ്മയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. അമ്മയുടെ വീട്ടിലായിരിക്കും? എന്റെ വീട്ടില് വീട് എവിടെയാണ്? എന്റെ വീട് മാവേലിക്കര കുറച്ചേടെ ഹൈസ്കൂൾ മുക്കിന്റെ അടുത്ത്. അവിടാണ് എന്റെ വീട്. ബാസിച്ചേട്ടന്റെ വീടാണ് ഇവിടെ തിരുവല്ലയില്. അപ്പം അമ്മയുടെ അമ്മയ്ക്ക് എനിക്ക് അമ്മ അച്ഛന് ഇപ്പം മരിച്ചുപോയി. അവർ രണ്ടും. മൂത്ത എന്റെ 2 സഹോദരന്മാര്, ഞാനും എന്റെ അനിയത്തി, ഞങ്ങൾ 4 പേരാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞു. ഇപ്പം ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടൊക്കെ തന്നെ. അവിടെ വിറ്റേച്ച് ഞങ്ങൾ ഇനി പോകുന്നു. മക്കളൊക്കെയോ? എന്റെ മോളാണ് ഇവിടെ താമസിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാ വീട്. പിന്നെ എന്റെ മോൻ തൃപ്പൂണിത്തറയാണ് താമസം. മോന് ഇന്റർകോമിന്റെ സ്വന്തമായിട്ട് വർക്കാണ്. ആളിനെ നിർത്തി വർക്ക് ചെയ്യിക്കും. എന്താ പേര് മോന്റെ? വേണുഗോപാൽ. മോളുടെ പേര് പ്രിയ. മോക്കൊരു കുഞ്ഞുണ്ട്. അമ്മു പ്രൈവറ്റ് കമ്പനിയിലാണ്. പിന്നെ
ഇപ്പം തൃക്കാക്കരയാണ് താമസം. അതായത് തിരുവല്ലയിൽ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു ഇതേപോലെ ബാസി ചേട്ടന്റെ കട എവിടെയാ, ബാസി ചേട്ടന്റെ കട എവിടെയാണ്. പക്ഷെ ഒരാള് പോലും മുഖം കറുപ്പിച്ചില്ല നമ്മളെ. ഞാൻ വന്നിട്ട് ചോദിക്കാൻ നേരത്തെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ബാസി ചേട്ടൻ നേരെ അങ്ങോട്ട് പോയാൽ മതി, നമ്മുടെ അമ്പലത്തിന്റെ അപ്പുറത്ത് നമ്മുടെ സിനിമാടൻ ബാസി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി എല്ലാവർക്കും സന്തോഷം. അതിന്റെ ഒരു രഹസ്യം എന്താ അമ്മേ? ഞങ്ങൾ ആരോടെയും ഇന്ന് വരെ പൈസ ഇല്ലെങ്കിലും മോനെ പിന്നെ അത് കൊണ്ട് തന്നാൽ മതി, ഞങ്ങൾ എടാ പോടാന്നൊന്നും ആരെയും വിളിക്കത്തൊന്നുമില്ല. യാതൊന്നും. എനിക്ക് 2 മക്കളുണ്ട്, കൊച്ചുമക്കളും ഉണ്ട്. എൻ്റെ മോന് 2 കുഞ്ഞുങ്ങളാണ്. മൂത്തത് മോളെ, ഇളയത് +2 കഴിഞ്ഞിട്ട് കോയമ്പത്തൂര് പഠിക്കുന്നു. മോക്കന്നേ ജോലിയുണ്ട്. മരുമോടെ വീട് ചെങ്ങന്നൂരാണ്, എടനാട്. പിന്നെ മരുമോന്റെ വീട് ചെമ്പോൽ കിഴക്കനടയിലാണ്, ശ്രീകുമാർ മാതൃഭൂമിയിലാണ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ പോലെ ഞങ്ങളിപ്പോ എന്നെ ഇപ്പം വരുന്നു. ഇപ്പം മോൻ ഇപ്പം എനിക്കിപ്പം വരുന്നവരെ മോനെന്നോ ഇതൊന്നും വിളിക്കും. നമ്മൾ എൻ്റെ കൊച്ചുമോന്റെ അല്ലെ മോന്റെ പ്രായം കാണത്തതേ ഉള്ളൂ. അവരെ വിളിച്ചോണ്ട് എനിക്ക് ഒരു തോന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതേ രീതി സഹകരിക്കുന്നു. ഇപ്പൊ മോന്റെ കാശില്ലെങ്കിൽ നാളെ കൊണ്ട് തന്നാ മതി എന്ന് പറയും എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരോടും മുഖത്തോടെ സംസാരിക്കുന്നുള്ളൂ ഞങ്ങൾ 2 പേരും. അതാണ് ഈ ഒരു എന്താ പറയാ ഇവരുടെ അടുത്തുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അതാണ് അല്ലെ. നമ്മൾ ആരോടെയും മുഖം കറുപ്പിച്ചിട്ടൊന്നും പറയാറില്ല, യാതൊന്നും. പൈസ ഇല്ലെങ്കിലും ഇപ്പം പിന്നെ അറിയാൻ പറ്റുമല്ലോ, നമുക്ക് ഒരാളെ കാണും, പിന്നെ തന്നാ മതി, സ്നേഹത്തോടെ പറയും. സ്നേഹമുള്ള ഒരു അത്രയേ ഉള്ളൂ. അടിപൊളി. അപ്പൊ നമുക്ക് വേറെ ആരെ വേണേലും ഇവിടെ ഇപ്പൊ ഇവരാരും ഇല്ലെങ്കിൽ തന്നെ വേറെ ആരെ വേണേലും നിർത്തിയിട്ട് നമുക്ക് വീട്ടിൽ പോയി എന്തോ കഴിച്ചിട്ടോ എന്തോ വേണേലും ചെയ്തേച്ച് വരികയും ചെയ്യാം. നമ്മുടെ ജയൻ ചേട്ടനൊക്കെ ഒരു കുഴപ്പമില്ല. ജയൻ ചേട്ടനാലും വേറെ ശിവനും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വേറെ ഇവര് 2 പേരും ഇവിടെ വേറെ ആരെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി പോകാം. അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് പോവുകയും ചെയ്യും. ഒരുപാട് ലെജൻസ് ഒക്കെ വന്നൊരു കടയും കൂടെയാണ് അല്ലയോ? അതെ അതെ. അപ്പൊ അമ്മേ, അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യുക. ശരി മോനെ. അപ്പം അമ്മ ഇത് കഴിഞ്ഞിട്ട് ഐശ്വര്യത്തോട് കൂടി ഒരു മോരും വെള്ളം തരണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്നത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ പോപ്പിൻസിന്റെ പ്രേക്ഷകർക്ക്. നമ്മുടെ കടയിലേക്ക് വരേണ്ടവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ. നമ്മുടെ കാമ്പാത്ത് വന്നിട്ട് നേരെ ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിന്റെ അടുക്ക വരുമ്പോ വടക്കേ നടയിലുണ്ട്. അവിടെ കടയിലുണ്ട്, കടയുണ്ടാവും, അമ്മയുണ്ടാവും, അല്ലെങ്കിൽ മോളുണ്ട്, ഇല്ല ബാസി ചേട്ടൻ. ചിലപ്പോൾ 2 പേര് ഒരുമിച്ചുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും വരണം. ഒരു കലാകാരനാണെങ്കിൽ ഉറപ്പായിട്ട് വരണം. കാരണം ഒരുപാട് ലെജൻസ് വന്ന് എന്താ സ്പെൻഡ് ചെയ്തൊരു കടയാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു മോരും വെള്ളം കുടിച്ച് ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വന്ന കടയാണ്. ഒരുപാട് മെമ്മറീസ് ഉള്ള കടയാണ്. ഒരുപാട് നല്ല ആളുകളുള്ള, അത് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും അടിപൊളി ആളുകളാണ്. ഒരുപാട് നല്ല മനസ്സുള്ള അമ്മ ഉള്ള കടയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇവര് പോകുമ്പം ഒരു മോരും വെള്ളം കുടിക്കുക, കേറുക, അതൊക്കെ ഒരു സന്തോഷമാണല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരുപാട് കട ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഗൂഗിളിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അറിയത്തില്ല. കാരണം ഒരുപാട് നാടുകളിൽ നമ്മൾ വീഡിയോ എടുക്കാനും അതിനൊക്കെ പോകുമ്പോഴും പക്ഷെ ഇതേപോലെ ഒരു നല്ലൊരു ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ചിരിച്ച മുഖത്തോട് കൂടി വന്നപ്പോ തന്നെ എനിക്കൊരു മോരും വെള്ളം തന്നു. അടിപൊളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നുകൂടെ വേണമെന്ന്. ചിരിച്ച മുഖത്തോട് കൂടി സംസാരിച്ച ഒരു അമ്മയാണ്. അമ്മയുടെ പേരെന്താന്ന് പറഞ്ഞേ? വിജയകുമാരി അമ്മ. അപ്പൊ എന്തായാലും പോപ്പിൻസിന്റെ എല്ലാ പ്രേക്ഷകരുടെ അടുത്ത് ഒന്നുകൂടെ പറയാണ്, ഇതിലേ പോകുമ്പോ ഇവിടെ ഒന്ന് കയറണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ പരിഭവം